കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു കടൽത്തീരമാണ് വർക്കല ബീച്ച്. വർക്കല ബീച്ചിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. ബീച്ചിന്റെ അടുത്തായി ധാരാളം പെയ്ഡ് പാർക്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടാതെ ചില ഹോട്ടലുകളിലും റിസോർട്ടുകളിലും താമസിക്കുന്നവർക്ക് സ്വന്തമായി പാർക്കിംഗ് സൗകര്യവുമുണ്ട്. അറബിക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ബീച്ച് അതിമനോഹരമായ കുന്നുകളും ശാന്തമായ കടൽക്കാഴ്ചകളും കൊണ്ട് സമ്പന്നമാണ്. വർക്കല ബീച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ കുന്നുകളാണ്. ഈ കുന്നുകളുടെ മുകളിൽ നിന്നുള്ള കടലിന്റെയും സൂര്യാസ്തമയത്തിന്റെയും കാഴ്ച അതിമനോഹരമാണ്. വർക്കല ബീച്ച് ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലമാണ്. കേരളത്തിലെ മറ്റു ബീച്ചുകളിൽ നിന്നും വ്യത്യസ്തമായി കടലിനോട് ചേർന്ന് വലിയ കുന്നുകൾ ഇവിടെ കാണാം. ഈ കുന്നിൻ മുകളിൽ നിന്നുള്ള കടലിന്റെ കാഴ്ച അതിമനോഹരമാണ്. കൂടാതെ ഈ കുന്നിൻ ചെരിവുകളിലായി നിരവധി കടകളും കഫേകളുമുണ്ട്. സഞ്ചാരികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. വർഷങ്ങൾക്കു മുൻപ് കടൽ ശക്തമായി അടിച്ചു കയറിയതിന്റെ ഫലമായി രൂപം കൊണ്ടതാണ് ഈ കുന്നുകൾ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് ഏകദേശം 20,000 വർഷത്തോളം പഴക്കമുണ്ട് ഈ കുന്നുകൾക്ക്. ഈ കുന്നിന്റെ മുകളിൽ നിന്നുള്ള കടലിന്റെയും സൂര്യാസ്തമനത്തിന്റെയും കാഴ്ച ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. വർക്കല ബീച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ഭൂപ്രകൃതി തന്നെയാണ്. ഉയർന്ന കുന്നുകളും അതിരിട്ട കടൽ തീരവും ഒക്കെയായി മനോഹരമായ ഒരു കാഴ്ചയാണ് വർക്കല ബീച്ച് സന്ദർശിക്കുന്നവർക്ക് നൽകുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ കടൽ തീരത്തിന് പാപനാശം ബീച്ച് എന്നും പേരുണ്ട്. ഈ ബീച്ചിലെ കടലിൽ കുളിച്ചാൽ പാപങ്ങൾ കഴുകിക്കളയാൻ സാധിക്കും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ബലിയിടാനായി ഇവിടെ എത്തുന്നു. വർക്കല ബീച്ചിൽ നിരവധി റിസോർട്ടുകളും ഹോട്ടലുകളും ഹോം സ്റ്റേകളും ലഭ്യമാണ്. ബീച്ചിനടുത്തായി ധാരാളം ആയുർവേദ റിസോർട്ടുകളുമുണ്ട്. ബീച്ചിൽ സർഫിംഗ്, പാരാഗ്ലൈഡിംഗ്, ബോട്ടിംഗ് തുടങ്ങിയ വാട്ടർ സ്പോർട്സുകളും ആസ്വദിക്കാവുന്നതാണ്. നിരവധി കടകളും കഫേകളുമുണ്ട്. പലതരം സീഫുഡ് വിഭവങ്ങളും കേരളീയ ഭക്ഷണങ്ങളും നൽകുന്ന റെസ്റ്റോറന്റുകൾ ഇവിടെ കാണാം. കൂടാതെ കരകൗശല വസ്തുക്കളും ആഭരണങ്ങളും വിൽക്കുന്ന ചെറിയ കടകളുമുണ്ട്. ഹോട്ടലുകളിൽ കേരളീയ വിഭവങ്ങൾ, സീഫുഡ് വിഭവങ്ങൾ, നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾ എന്നിവയെല്ലാം ലഭ്യമാണ്. കൂടാതെ ഇറ്റാലിയൻ, കോണ്ടിനെന്റൽ വിഭവങ്ങൾ ലഭിക്കുന്ന റെസ്റ്റോറന്റുകളും ഇവിടെയുണ്ട്. വർക്കല ബീച്ചിനടുത്ത് കുറേ കാഴ്ചകളുണ്ട്. അഞ്ചുതെങ്ങ് കോട്ട, പൊന്നംതുരുത്ത് ദ്വീപ്, വർക്കല തുരപ്പ്, കാപ്പിൽ ബീച്ച്, ശിവഗിരി മഠം എന്നിവയൊക്കെ അവയിൽ ചിലതാണ്. വർക്കല ബീച്ചിന്റെ മുകളിലുള്ള ക്ലിഫിലൂടെയുള്ള നടത്തം വളരെ മനോഹരമായ ഒരനുഭവമാണ്. അറബിക്കടലിന്റെയും തീരത്തിന്റെയും അതിമനോഹരമായ കാഴ്ചകളാണ് ഈ നടത്തത്തിന്റെ പ്രധാന ആകർഷണം. സൂര്യാസ്തമയ സമയത്തുള്ള നടത്തം അതിമനോഹരമായ ഒരു അനുഭവമാണ്. വർക്കലയിലെ കടൽത്തീരത്തെ മണലിന് കറുപ്പ് കലർന്ന നിറമാണുള്ളത്. ധാതുക്കളുടെ സാന്നിധ്യം കൂടുതലുള്ളതുകൊണ്ടാണ് മണലിന് ഈ നിറം ലഭിച്ചത്. ഈ മണലിന് ഔഷധഗുണങ്ങളുമുണ്ട്. ആയുർവേദ ചികിത്സകൾക്ക് ഈ മണൽ ഉപയോഗിക്കാറുണ്ട്. വാതരോഗങ്ങൾ, സന്ധിവേദന എന്നിവയ്ക്ക് ഈ മണൽ ചൂടാക്കി പുരട്ടുന്നത് നല്ലതാണ്. വർക്കലയിലെ കടൽ വെള്ളം നല്ല തെളിഞ്ഞതും നീല കലർന്ന നിറത്തോടുകൂടിയതുമാണ്. വർക്കലയിലെ കടലിൽ വിവിധയിനം മത്സ്യങ്ങൾ, കടലാമകൾ, ഡോൾഫിനുകൾ എന്നിവയെ കാണാറുണ്ട്. ചില സമയങ്ങളിൽ അപൂർവയിനം മത്സ്യങ്ങളും എത്താറുണ്ട്. വർക്കലയിലെ കടൽത്തീരത്ത് ദേശാടന പക്ഷികൾ ധാരാളമായി വരാറുണ്ട്. കടൽക്കാക്കകൾ, കടൽപ്പരുന്തുകൾ എന്നിവയാണ് പ്രധാന പക്ഷികൾ. കൂടാതെ മണൽക്കോഴി, പുള്ള് എന്നിവയും വരാറുണ്ട്. ഈ പക്ഷികളുടെ പ്രത്യേകത എന്തെന്നാൽ ഇവ ഇണ ചേരുന്നതിനും മുട്ടയിടുന്നതിനും കൂടുകൂട്ടുന്നതിനും മറ്റുമാണ് ഈ തീരത്ത് വരുന്നത്. വർക്കല കടൽത്തീരവുമായി ബന്ധപ്പെട്ട പാപനാശിനി എന്ന സങ്കല്പം വളരെ പഴക്കം ചെന്ന ഒന്നാണ്. പുരാണങ്ങളിൽ പോലും ഇതിനെക്കുറിച്ച് പരാമർശങ്ങൾ കാണുന്നുണ്ട്. പാപനാശിനി എന്ന വാക്കിന്റെ അർത്ഥം പാപങ്ങളെ നശിപ്പിക്കുന്നത് എന്നാണ്. ഈ കടൽത്തീരത്ത് കുളിച്ചാൽ പാപങ്ങൾ കഴുകിപ്പോകുമെന്നാണ് വിശ്വാസം. വിഷ്ണുവിന്റെ അവതാരമായ പരശുരാമനുമായി ബന്ധപ്പെട്ടാണ് ഈ സ്ഥലത്തിന്റെ ഉത്ഭവം. പരശുരാമൻ തന്റെ മഴു എറിഞ്ഞപ്പോൾ കേരളം കടലിൽ നിന്ന് ഉയർന്നുവന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ഈ സ്ഥലം വളരെ പവിത്രമായി കരുതുന്നു. വർക്കലയിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ജനാർദ്ദനസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ്. ക്ഷേത്രത്തിന് സമീപത്തുള്ള കടൽത്തീരമാണ് പാപനാശിനി കടൽത്തീരം എന്നറിയപ്പെടുന്നത്.
വർഷം തോറും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ബലിയിടാനും പാപനാശിനിയിൽ കുളിക്കാനുമായി എത്താറുണ്ട്. വർക്കലയുടെ ചരിത്രം പുരാണങ്ങളുമായി ഇഴചേർന്ന് കിടക്കുന്നു. പത്മപുരാണത്തിലും സ്കന്ദപുരാണത്തിലും വർക്കലയെക്കുറിച്ച് പറയുന്നുണ്ട്. ക്ഷേത്രത്തിലെ ശിലാലിഖിതങ്ങളിൽ 12 മുതൽ 14 വരെ നൂറ്റാണ്ടുകളിൽ ഇവിടം ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. 17-ാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ ഇവിടെ കപ്പൽ നിർമ്മാണശാല സ്ഥാപിച്ചു. പിന്നീട് ബ്രിട്ടീഷുകാർ വന്നതോടെ വർക്കല അവരുടെ ഭരണത്തിൻ കീഴിലായി. 1948-ൽ തിരുവിതാംകൂർ സംസ്ഥാനം ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചതോടെ വർക്കല കേരളത്തിന്റെ ഭാഗമായി. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.